അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പം നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് റിലീജിയസ് ഹിസ്റ്ററി ഓഫ് അറേബ്യ ബിഫോർ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പുള്ള റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിലീജിയസ് ഹിസ്റ്ററിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 3 മതങ്ങളുണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തത് വിഗ്രഹാരാധന. അത് നമ്മൾ പറഞ്ഞു അമ്ർ ബിൻ ലുഹൈ അൽ ഖുസായി എന്ന് പറഞ്ഞ ആളാണ് മക്കയിലേക്ക് സിറിയയിൽ നിന്ന് വലിയൊരു ബിംബത്തിനെ, ഹുബൽ എന്ന പേരുള്ള ഒരു ബിംബത്തിനെ കൊണ്ടുവരുന്നതും പിന്നെ അതിൻ്റെ കുറേ മോഡൽസ് ഉണ്ടാക്കിയ ആളുകൾക്ക് വിൽക്കലും അതൊരു ബിസിനസ് ആവലും പിന്നെ അതിൻ്റെ പോർട്ടബിൾ അല്ലെങ്കിൽ മൊബൈൽ വേർഷൻ പോലെ കയ്യിൽ കൊണ്ടു നടക്കാവുന്ന ബിംബങ്ങൾ ഉണ്ടാക്കിയതിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ബിംബങ്ങൾ എങ്ങനെയാണ് മറ്റേ വിഗ്രഹാരാധന എങ്ങനെയാണ് അവിടെ വന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ജൂതന്മാർ അല്ലെങ്കിൽ ജൂതായിസം എങ്ങനെയാണ് അറേബ്യയിലേക്ക് വന്നതെന്ന് നമുക്ക് നോക്കാം. റോമൻസ് വന്നിട്ട് ജെറൂസലം തകർത്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജൂതന്മാരൊക്കെ പല ഭാഗത്തേക്ക് ചിതറി. അതിൽ കുറച്ച് പേരെന്ത് ചെയ്ത് അറേബ്യയിലേക്ക് വന്നു. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഗ്രന്ഥത്തിൽ നിങ്ങൾക്കൊരു നബി വരാനുണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്കൊരു പ്രോമിസ് ചെയ്തൊരിതുണ്ടായിരുന്നു. അതിൽ കുറേ അടയാളങ്ങളുണ്ട്, ഇന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ഇന്നതിലായിരിക്കും നബി വരാമെന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ സ്ഥലം നോക്കിയിട്ട് അവിടേക്ക് പോകും. അപ്പോൾ ഈ അറേബ്യയിൽ ഇങ്ങനെ നടക്കുമ്പോൾ മദീന പോലത്തെ ആ ഭാഗത്തുള്ള ഹജ്ജ് അവിടെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതൊക്കെ ഏകദേശം ഇവർക്ക് ഈ സൈനായിട്ട് സാമ്യമുള്ള പോലെ തോന്നി. അവരെ ഗ്രന്ഥത്തിൽ പറഞ്ഞിട്ടുള്ള അടയാളങ്ങളോട് സാമ്യമുള്ള സ്ഥലങ്ങളിലൊക്കെ ഒരു സെറ്റിൽ ചെയ്തിട്ട് നബി വരുന്നത് വെയിറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ച് പേര് മദീനയിൽ അതിന് ഭയങ്കര സാമ്യം തോന്നിയപ്പോൾ അവിടെ സെറ്റിലായി. അവിടെ 3 ജൂത ഉണ്ടായിരുന്നു. ബനു ഖൈനുഖ, ബനു നദീർ ആൻഡ് ബനു ഖുറൈദ. അങ്ങനെ 3 ജൂത ഗോത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ പല ജൂതന്മാരും അവിടെ നിന്ന് ഇങ്ങനെ പോയി പലായനം ചെയ്ത് ഈ മദീന അങ്ങനെ ഏരിയയിൽ വന്ന് സെറ്റിലായി. ഒരിക്കൽ യമനിൻ്റെ രാജാവ് തബ്ബാന സാദ് ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മദീനയുടെ അടുത്ത് കൂടെ പോയി. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, മദീനയിൽ മോനെ നിർത്തിയിട്ട് പറഞ്ഞു ഇവിടെ ബിസിനസ് ചെയ്യും, ഞാൻ ഷാമിൽ പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹം പോയി തിരിച്ചു വരുന്ന സമയമായപ്പോഴത്തേനും തിരിച്ചു വരുന്നതിൻ്റെ ഇടയിലായിട്ട് അവിടുത്തെ ആളുകൾ അദ്ദേഹത്തിൻ്റെ മകനെ കൊന്നു. അപ്പോൾ തബ്ബാന സാദ് തിരിച്ചു വരുമ്പോൾ കേൾക്കുന്ന വാർത്ത അദ്ദേഹത്തിൻ്റെ മകൻ കൊല്ലപ്പെട്ടു എന്നാണ്. അതോടെ മൂപ്പരാൾക്ക് ആകെ ദേഷ്യം വന്നിട്ട് ഞാൻ മദീന ഡിസ്ട്രോയ് ചെയ്യാൻ പോകണമെന്നുള്ളൊരു തീരുമാനം എടുത്തു. അങ്ങനെ വലിയൊരു ആർമിയായിട്ട് അറ്റാക്ക് ചെയ്യാൻ വന്നു. മദീനയിലത്തെ ആളുകളുടെ ആർമി വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര വലിയ ആർമിയാണ്. അങ്ങനെ അറ്റാക്ക് ചെയ്ത് ഫുൾ നശിപ്പിക്കുന്നുള്ള ഉറപ്പാണ്, അത്ര വലിയ ആർമിയാണ്. അങ്ങനെ വന്നപ്പോൾ അവിടുന്ന് 2 ജൂത പണ്ഡിതന്മാരുണ്ടായിരുന്നു, റാബൈസ് ഉണ്ടായിരുന്നു. അവർ പുറത്ത് വന്നിട്ട് അവർ പറഞ്ഞു ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്, ഇത് നിങ്ങൾ നശിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അള്ളാഹ് നിങ്ങളെ നശിപ്പിക്കും. അങ്ങനെ പറഞ്ഞ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റി. എത്രത്തോളം എന്ന് വെച്ചാൽ അവിടുന്ന് പോരാന്ന് മാത്രമല്ല, അതായത് ഞങ്ങൾ മദീനയെ അറ്റാക്ക് ചെയ്യില്ലെന്ന് മാത്രമല്ല, ഇവർ ഈ പറയുന്ന ഈ ജൂതമതത്തിനോട് ഭയങ്കരമായിട്ട് അയാൾ ഇൻട്രസ്റ്റായി. അതുമാത്രമല്ല അയാൾക്ക് ജൂതമതം സ്വീകരിക്കണമെന്നുമായി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്ത് ജൂതമതം സ്വീകരിച്ച് ജൂതനാവുകയും ചെയ്ത് ഈ 2 ജൂത റാബൈസിനെ അദ്ദേഹത്തിൻ്റെ കൂടെ യമനിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്തു. അവർ സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഒരുമിച്ച് തിരിച്ച് യമനിലേക്ക് പോകണം. അപ്പോൾ മദീനയിൽ നിന്ന് ഇങ്ങനെ ട്രാവൽ ചെയ്ത് ഇങ്ങനെ പോവാം. അപ്പോൾ ഓൺ ദ വേ തിരിച്ചു പോണ വഴിക്ക് ഒരു ഗോത്രമുണ്ട് ഹവാസ് എന്ന് പറഞ്ഞിട്ട്. അവർക്ക് കുറേശ്ശികളായിട്ട് ചെറിയൊരു പ്രശ്നമുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്ത് ഒരു ഫിത്ന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തബ്ബാന സാദിനോട് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തിട്ട് തബ്ബാന സാദിനെ മക്കയ്ക്കെതിരെ തിരിച്ച്. അപ്പോൾ തബ്ബാന സാദ് മക്ക അറ്റാക്ക് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ അതായത് ഈ ജൂത റാബൈസ് എന്ത് പറഞ്ഞു, ഇതും വേറൊരു ടൗണാണ്, ഇതും അള്ളാഹ് പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള സ്ഥലം, നിങ്ങൾ അറ്റാക്ക് ചെയ്യരുത് മാത്രമല്ല നിങ്ങൾ പോയിട്ട് അവിടെ കഅബ ഉണ്ട്, അത് തവാഫ് ചെയ്യണം, അതാണ് നിങ്ങൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ തബ്ബാന സാദ് അന്ന് നിങ്ങൾ നമുക്ക് ഒരുമിച്ച് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞില്ല ഞങ്ങൾ വരില്ല. അവർ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പം ഞങ്ങൾ പണ്ഡിതന്മാരാണ്, ഞങ്ങൾക്ക് അത് ചെയ്യുന്നത് ശരിയാവില്ല, കാരണം അവിടെ വിഗ്രഹങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വന്നിട്ട് തവാഫ് ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ വിഗ്രഹങ്ങളുള്ളതുകൊണ്ട് ഞങ്ങൾ വന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ശരിയാവില്ല എന്നാണ്. അങ്ങനെ അദ്ദേഹം അവിടെ പോയി തവാഫ് ചെയ്തിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ കഅബനെ തുണി കൊണ്ട് ഇങ്ങനെ കവർ ചെയ്യുക. തബ്ബാന സാദാണ് ആദ്യത്തെ ആൾ കഅബ തുണി കൊണ്ട് കവർ ചെയ്ത ആദ്യത്തെ ആൾ.
അങ്ങനെ അദ്ദേഹം വർഷത്തിലൊരിക്കൽ അത് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നീട് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ തുണി കാബ സീക്രട്ടാണല്ലോ, അപ്പോൾ അതുമിട്ട തുണി എടുക്കില്ല, അതിൻ്റെ മേലെ കൂടെ അടുത്ത തുണി, അതിൻ്റെ മേലെ കൂടെ പിന്നത്തെ വർഷം തുണി, അങ്ങനെയായിരുന്നു. പക്ഷേ അവസാനം വെയിറ്റ് ഭയങ്കര ആയപ്പോഴാണ് അവർ എല്ലാം എടുത്തിട്ട് ഒരു തുണി മാത്രം ഒരു സമയത്ത് മതി ആക്കിയത്. അപ്പോൾ അങ്ങനെ തബാന സാദ് ഇവരെയും കൊണ്ട് യമനിലേക്ക് പോയിട്ട് യമനിൽ ഈ എന്താ പറയുക ഈ ജൂതമതം അങ്ങനെ സ്പ്രെഡ് ചെയ്ത് അവിടുത്തെ ഗോത്രങ്ങളൊക്കെ ജൂതമതം കുറേ പേരൊക്കെ സ്വീകരിച്ച്. അപ്പോൾ 2 ടൈപ്പ് ഓഫ് ജൂതന്മാരായി അറേബ്യയിൽ. ഒന്ന് അവിടുന്ന് പലായനം ചെയ്ത് വന്ന ജൂതന്മാരും പിന്നെ ജൂതമതം പഠിച്ച് അതിലേക്ക് കൺവേർട്ട് ചെയ്ത് സ്വീകരിച്ച ജൂതന്മാർ. ഇന്നത്തെ കാലഘട്ടത്തിൽ ജൂതന്മാർ അവരുടെ മതം പ്രചരിപ്പിക്കുന്നില്ല, പക്ഷെ അന്ന് അവർ പ്രചരിപ്പിച്ച് അവരെ അതിലേക്ക് ആളുകളെ ക്ഷണിച്ചിരുന്നു. അപ്പം ഇങ്ങനെയാണ് അറേബ്യയിൽ ജൂതമതം വന്നത്. ഇനി നമുക്ക് ക്രിസ്ത്യാനിറ്റി എങ്ങനെയാണ് അറേബ്യയിൽ സ്പ്രെഡായെന്ന് നോക്കാം. ഈസാ അലൈഹിസ്സലാമിന് അള്ളാഹു ജനങ്ങളുടെ ഇടയിലേക്ക് പറഞ്ഞയച്ചത് അദ്ദേഹത്തിൻ്റെ ഫോളോവേഴ്സ് പല നാടുകളിലേക്കാണ് ഇങ്ങനെ പോയി, നമുക്കറിയാമല്ലോ നമ്മളുടെ ഇത് പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ സമയം മുതലേ തന്നെ ഈ ക്രിസ്ത്യാനിറ്റി പല വിഭാഗങ്ങളായിട്ട് തിരിഞ്ഞിരുന്നു. ഒരുവിധം നബിമാരൊക്കെ നമുക്കറിയാം, നബിമാർ മരിച്ചോ അല്ലെങ്കിൽ കാലക്രമേണ ഒക്കെയാണ് അതിൽ നിന്ന് പതുക്കെ ആളുകൾ വിട്ട് വേറെ എന്താ പറയുക ബിലീഫിലേക്ക് എത്തിയത്. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ ഈ തുടക്കത്തിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളായി മാറി. അതിന് കുറേ പേര് എന്താ പറയുക കുഫറിലേക്കും സത്യനിഷേധത്തിലേക്കൊക്കെ പോയി. എങ്കിലും ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു കറക്റ്റ് ക്രിസ്ത്യൻ ഫെയ്ത്ത് നിലനിർത്തിയിരുന്നത്. ഈസാ അലൈഹിസ്സലാം അവരെ പഠിപ്പിച്ച പോലെ അള്ളാഹുവിൻ്റെ തൗഹീദിലോ ഏകത്വത്തിൽ വിശ്വസിച്ചിരുന്നവർ, ഈസാ അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ ദൂതനാണെന്ന് വിശ്വസിക്കുക, മോനല്ല ദൂതനാണെന്ന് തന്നെ വിശ്വസിച്ചിരുന്നവരുണ്ടായിരുന്നു പല ഭാഗത്തും. അങ്ങനെ ഇതിൽ കുറച്ചാളുകൾ യമനിലേക്ക് എത്തിയിട്ട് നജ്റാൻ എന്ന് പറഞ്ഞ ഏരിയയിൽ പതുക്കെ ഈ മതം അവർ പഠിപ്പിച്ച് തുടങ്ങി. അതിങ്ങനെ പതുക്കെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ ഭയങ്കര സീക്രറ്റ്ലിയും പ്രൈവറ്റ്ലിയും പതുക്കെയൊക്കെയാണ് ഈ മതം ഇങ്ങനെ പ്രചരിപ്പിച്ചിരുന്നത്. ആ സമയമായപ്പോഴത്തേനും നമ്മൾ നേരത്തെ പറഞ്ഞ യമനിലെ രാജാവുണ്ടല്ലോ തബാന സാദ്, ജൂതമതം വിശ്വസിച്ച അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിൻ്റെ മകൻ അബു നവാസ് അല്ലെങ്കിൽ ദു നവാസ് ആയിരുന്നു അപ്പോഴത്തെ രാജാവ്. ഈ പുതിയ മതത്തെക്കുറിച്ച് അദ്ദേഹം കേൾക്കുകയും അദ്ദേഹം അത് ബാൻ ചെയ്യുകയും ആ ഒരു മതം പിൻപറ്റുന്നവരെ, ആ ഒരു വിശ്വാസം പിൻപറ്റുന്നവരെ കൊന്നൊടുക്കുകയും ചെയ്തിരുന്നു. ഇനി പറയുന്നൊരു കഥ സഹീഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു രാജാവിൻ്റെ ഒരു ചെറിയ കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ കഥ. ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞേക്കണത് ആ കഥ ഈ ദു നവാസും യമനിലുണ്ടായ ക്രിസ്ത്യൻസും തമ്മിലുണ്ടായതാണെന്ന്. ആ കഥ എങ്ങനെയാണ്, രാജാവ് ദു നവാസ് ആയിരുന്നു. പിന്നെ ആ സമയത്ത് രാജാവ് മാജിക്കിൽ ഏർപ്പെട്ടിരുന്നു. അതിന് ഒരു മന്ത്രവാദി പോലെ ഒരു അഡ്വൈസറായിട്ട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ അയാൾ വയസ്സായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ രാജാവിനോട് പറഞ്ഞു, ഞാൻ ഏത് നിമിഷവും മരണപ്പെട്ടേക്കാം, അപ്പോൾ അതുകൊണ്ട് എനിക്കൊരാളെ ട്രെയിൻ ചെയ്ത് എൻ്റെ സ്കിൽസ് കൊടുത്തിട്ട് എൻ്റെ സ്ഥാനത്ത് നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണം. അങ്ങനെ അവർ കുറേ തിരഞ്ഞിട്ട് ഒരു ഭയങ്കര യങ് ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരാളെ കണ്ടെത്തി. എന്നിട്ട് ഈ മന്ത്രവാദിയുടെ അപ്രൻറ്റീസായിട്ട് നിയമിച്ചു. അപ്പോൾ രാവിലെ എന്നും വന്ന് വീട്ടിൽ നിന്ന് ഇവിടം വരെ വന്ന് ഇയാളുടെ കീഴിൽ പഠിച്ച് രാത്രി തിരിച്ചു പോവുക, അങ്ങനെയായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇയാളിങ്ങനെ നടന്ന് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ആരാധനാലയം കണ്ടു. അവിടെ പ്രാർത്ഥനകൾ കണ്ടു. ആ പ്രാർത്ഥന ഇയാൾ ഇതുവരെ കേട്ടതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് വിസിറ്റ് ചെയ്തു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ആ സമയത്തൊരു ചർച്ചയായിരുന്നു. പക്ഷേ തൗഹീദ്, അള്ളാഹിനെ കുറിച്ച് പഠിപ്പിക്കുന്ന, അതായത് ഈസാ അലൈഹി സ്വലാമിൻ്റെ കറക്റ്റ് റിലീജിയൻ പഠിപ്പിക്കുന്ന ഒരു ചർച്ചയായിരുന്നു അത്. അപ്പോൾ ഇത് കേട്ടപ്പോൾ ഭയങ്കര ഇമ്പ്രസീവായി ഈ ചെറുപ്പക്കാരൻ. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അവിടെ മന്ത്രവാദിയുടെ കീഴിലും പഠിക്കണമല്ലോ. അപ്പോൾ ഇയാൾ അവിടുത്തെ പുരോഹിതനോട് ചോദിച്ചു, ഞാനിപ്പോൾ എന്താ ചെയ്യുക എന്ന് ചോദിച്ചു. ആ പുരോഹിതനപ്പോൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, നീ വീട്ടിൽ നിന്ന് പോരുമ്പോൾ എന്നെ വിസിറ്റ് ചെയ്യും, എന്നിട്ട് എൻ്റെ അടുത്ത് പഠിക്കും കുറച്ച് നേരം, എന്നിട്ട് നീ ആ സോസറുടെ അടുത്ത് പൊക്കോ. എന്നിട്ട് അവിടെ ചെല്ലുമ്പോൾ ഈ സോർസർ ചോദിക്കുകയാണ്, നീ എന്താ ലേറ്റ് ആയെന്ന് ചോദിച്ചാൽ പറഞ്ഞത് എൻ്റെ പാരൻസ് എന്നെ വൈകിപ്പിച്ചതാണെന്ന് പറഞ്ഞാൽ മതി. നീ മന്ത്രവാദിയുടെ അടുത്ത് നിന്ന് പഠിച്ച് തിരിച്ചു പോകുമ്പോൾ വീണ്ടും എന്നെ വിസിറ്റ് ചെയ്യുക. എന്നിട്ട് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ പാരൻസ് ചോദിച്ചാൽ പറയുക ആ സോസർ അല്ലെങ്കിൽ ആ മന്ത്രവാദി എന്നെ ലേറ്റ് ആക്കിയതാണ്. അപ്പോൾ നിനക്ക് രാവിലെയും വൈകുന്നേരം ഓരോ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞു.
അപ്പോൾ കുറച്ച് നാളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു മാർക്കറ്റ് പ്ലേസിൽ നിൽക്കുമ്പോൾ ഒരു സർട്ടൻ ബീസ്റ്റ്, ഒരു മൃഗം വന്നിട്ട് ആകെ മൊത്തം ബഹളം. അവിടെ ആൾക്കാർ അതിനെ കൺട്രോൾ ചെയ്യാനും പിടിച്ചു കെട്ടാനും കൊല്ലാനൊക്കെ നോക്കുന്നു, പക്ഷെ ആർക്കും ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ചെറുപ്പക്കാരനും പഠിച്ചവനോട് പറഞ്ഞു, പഠിച്ചവനെ, ഇന്ന് എനിക്ക് ഏതാണ് സത്യമായ പാത എന്ന് അറിയണം. ഈ പ്രീസ്റ്റ്, പുരോഹിതൻ പഠിപ്പിക്കുന്ന പാതയാണോ അതോ ഈ സോസറർ, അതായത് ഈ മന്ത്രവാദി പഠിപ്പിക്കുന്ന പാതയാണോ കറക്റ്റ് എന്നറിയണം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് സത്യം ഏതാണെന്ന് കാണിച്ചു തായോ. എല്ലാവരും ഈ മൃഗത്തിനെ കൊല്ലാനും ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ആർക്കും പറ്റുന്നില്ല. അപ്പോൾ പഠിച്ചോനെ എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലെടുത്ത് കയ്യിൽ, എന്നിട്ട് പറഞ്ഞ്, എന്നെ ഈ പുരോഹിതൻ പഠിപ്പിക്കുന്ന മാർഗമാണ് സത്യം എന്നുണ്ടെങ്കിൽ ഈ മൃഗത്തെ കൊല്ല്, അല്ലെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ. അപ്പോൾ എന്നിട്ട് ഇവന് ഈ കല്ലെടുത്ത് എറിഞ്ഞപ്പോൾ ആ മൃഗം അപ്പം തന്നെ മരിച്ചു വീണു. അത് തിരിച്ചു പോയിട്ട് പുരോഹിതനോട് ഈ കാര്യം പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ മോനെ, ഇന്ന് നീ നല്ലൊരു ഹൈ സ്റ്റാറ്റസിലേക്കാണ് പോണത്. ഓക്കെ, അതുകൊണ്ട് നിന്നെ പരീക്ഷിക്കപ്പെടും, നിനക്ക് ഒരുപാട് ടെസ്റ്റുകൾ വന്നുകൊണ്ടിരിക്കും. അള്ളാഹുടെ അടുത്ത് വലിയൊരു ഹൈ സ്റ്റാറ്റസിൽ എത്തുന്ന ആരും ടെസ്റ്റുകൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ നേരിടാതെ എത്തൂല എന്ന് പറഞ്ഞു. നമുക്കറിയാമല്ലോ പരീക്ഷകളിൽ അങ്ങനെയാണ്. ഏറ്റവും നന്നായി പഠിച്ച കുട്ടി, നമുക്കറിയാൻ വേണ്ടിയിട്ട് ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ വ്യത്യാസം ഉണ്ടാവും. നമുക്കറിയണമല്ലോ ഓരോ കുട്ടികളുടെ ആ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, പരീക്ഷയിൽ ആദ്യം ഭയങ്കര എളുപ്പമുള്ള ചോദ്യങ്ങളുണ്ടാവും കുറച്ച്, പിന്നെ കുറച്ച് ചോദ്യങ്ങൾ കുഴപ്പമില്ലാത്ത രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്നത്, കുറച്ച് ചോദ്യം കുറച്ച് ഡിഫിക്കൽട്ട്, കുറച്ച് മീഡിയം, കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളും ഉണ്ടാവും. അതെന്തിനാണ്, നമുക്ക് എ ലെവലും അല്ലെങ്കിൽ A+ഉം എയും ബിയും ഒക്കെ തമ്മിൽ നമുക്ക് കുട്ടികളുടെ ലെവൽ തരംതിരിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. അതേപോലെ പഠിച്ചവൻ എന്ത് ചെയ്യും, ഓരോരുത്തരെ ടെസ്റ്റ് ചെയ്യും. പക്ഷേ നമ്മളുടെ പരീക്ഷകളിൽ നിന്ന് വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ ഈ ടെസ്റ്റ് ചെയ്യണത് നമ്മളുടെ ലെവലിനനുസരിച്ച് അള്ളാഹ് പരീക്ഷിക്കും. അള്ളാഹ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുള്ളത് അമ്പിയാക്കളാണ്. അവരാണ് ഏറ്റവും ഹൈ സ്റ്റേറ്റസിലുള്ളത്. പിന്നെ താഴെ താഴെ ഓരോരുത്തരുടെ ലെവലനുസരിച്ചാണ് പരീക്ഷണങ്ങൾ വരിക. അപ്പോൾ ഈ പുരോഹിതൻ പറയാണ്, നീ പരീക്ഷിക്കപ്പെടും, പക്ഷേ നീ പരീക്ഷിക്കപ്പെടുമ്പോഴോ ഒരിക്കലും എൻ്റെ പേര് നീ പറയരുത്. കാരണം ഇയാൾ പേടിച്ചിട്ടല്ല എൻ്റെ പേര് പറയരുതെന്ന് പറയണത്. ഈ പുരോഹിതൻ ദഅവ ചെയ്യുന്നത് ഭയങ്കര സീക്രട്ടിലാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പേര് പുറത്തു വരാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് ഇനിയും ആളുകളെ പഠിപ്പിക്കാനും ഈ മതം പ്രചരിപ്പിക്കാനും ഉണ്ട്. പുറത്തു വന്നാൽ എന്താ സംഭവിക്കാമെന്ന് അറിയില്ല. അതോടെ ഈ മതം നിന്ന് പോകും എന്നുള്ളൊരു പേടിയിലാണ്, അല്ലാതെ അദ്ദേഹത്തിന് മരിക്കേണ്ടി വരും എന്നുള്ളൊരു പേടിയിലല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കഥയുടെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഈ പ്രീസ്റ്റ് എത്രത്തോളം ധൈര്യമുള്ള ആളാണെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ രാജാവിൻ്റെ കൂടെ ഉള്ള ഒരാൾ ബ്ലൈൻഡായിരുന്നു, കണ്ണ് കാണില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം ഈ ചെറുപ്പക്കാരൻ്റെ അടുത്ത് വന്നു. കാരണം ഇപ്പോൾ ഈ മന്ത്രവാദിയുടെ കീഴിൽ പഠിക്കുകയാണ്. ഇപ്പോൾ ഇവനാണല്ലോ പുതിയത് അടുത്ത് വരാൻ പോണത്. മറ്റേ അയാൾ വയസ്സായി പോയല്ലോ. അപ്പോൾ ഇയാൾ എക്സ്പേർട്ടായി കുറേ നാളെയല്ലേ പഠിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ആളുകൾ വരും. അങ്ങനെ ഈ കണ്ണ് കാണാത്ത ആൾ വന്നിട്ട് പറഞ്ഞു, എനിക്ക് കാഴ്ച റെഡിയാക്കി തരാൻ, എന്നെ ഹീൽ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എനിക്ക് നിന്നെ ഹീൽ ചെയ്യാൻ പറ്റില്ല, പക്ഷെ അള്ളാഹ്ക്ക് കഴിയും എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുടെ പ്രാർത്ഥനയോടെ എന്തോ ചെയ്തപ്പോൾ ഇയാൾ ഓക്കെ ആയി. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ നോക്കുമ്പോൾ രാജാവ് ഇങ്ങനെ കാണുകയാണ്, ക്യൂറായിട്ട് നിൽക്കുകയാണല്ലോ. അപ്പോൾ രാജാവ് ചോദിച്ചു, ആരാ നിന്നെ സുഖപ്പെടുത്തിയെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അള്ളാഹ്. അപ്പോൾ രാജാവ് ചോദിച്ചു, ഞാനല്ലാണ്ട് നിനക്ക് വേറെ ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഉണ്ട്, അള്ളാഹാണ് എൻ്റെ ദൈവം, നിൻ്റെ ദൈവം അള്ളാഹാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് ദേഷ്യം. രാജാവ് ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തു ഇയാളെ. എന്നിട്ട് പറഞ്ഞു, ആരാണ് നിന്നെ പഠിപ്പിച്ചതെന്ന് പേര് പറയാൻ പറഞ്ഞു. അപ്പോൾ ഭയങ്കരമായിട്ട് ടോർച്ചറിൻ്റെ ഇടയിൽ ആ ചെറുപ്പക്കാരൻ്റെ പേര് പറഞ്ഞു. അങ്ങനെ പിന്നെ ആ ചെറുപ്പക്കാരനല്ലായ കുട്ടീനെ അവർ കൊണ്ടുവന്നിട്ട് അവനെ ടോർച്ചർ ചെയ്യാൻ തുടങ്ങി. അദ്ദേഹവും അല്ലെങ്കിൽ ആ കുട്ടിയും ടോർച്ചർ വല്ലാണ്ട് വന്നപ്പോൾ സഹിക്കാൻ വയ്യാതെ ടീച്ചറിൻ്റെ പേര്, ആ പുരോഹിതൻ്റെ പേര് പറഞ്ഞു. പെയിനും സഫറിങ്ങും പറ്റാണ്ടായപ്പോൾ അപ്പോൾ അവർ പ്രീസ്റ്റിനെ കൊണ്ടുവന്നിട്ട് പറഞ്ഞു, ഈ മതം നീ ഉപേക്ഷിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇല്ലയെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വലിയൊരു ഈർച്ചവാൾ, അതല്ല രാജാവിൻ്റെ ആളുകൾ ഈർച്ചവാൾ കൊണ്ടുവന്നിട്ട് തല മുതൽ താഴേക്ക് പകുതിയാക്കി മുറിച്ച്. പക്ഷേ ഈ മുറിക്കപ്പെടുമ്പോഴും അദ്ദേഹം മുറിച്ച് തുടങ്ങുമ്പോഴൊന്നും ഈ ലാസ്റ്റ് വരെ അദ്ദേഹം ധൈര്യം കാണിച്ച് മതം കൈവിട്ടില്ല. ജീവൻ വെടിഞ്ഞു, ടോർച്ചർ ഇതൊക്കെ കഴിഞ്ഞു, പക്ഷേ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അദ്ദേഹം കൈവിടാൻ തയ്യാറായില്ല. ഇനിയിപ്പോൾ ഈ കുട്ടി അല്ലെങ്കിൽ ഈ ചെറുപ്പക്കാരനെ ബാക്കിയുള്ളൂ. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പ് ഓഫ് പട്ടാളക്കാരെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ കുട്ടീനെ കൊണ്ടുപോയിട്ട്
ഒരു വലിയ മലയുടെ ഇതിൻ്റെ മേലെ നിന്ന് കൊക്കയിലേക്ക് തള്ളിയിടാൻ പറഞ്ഞു. അവരെല്ലാവരും കൂടി ഈ കുട്ടീനെ കൊണ്ടുപോയി. അപ്പോൾ ഈ കുട്ടിയുടെ കൈ കൊണ്ടൊരു കറാമ സംഭവിച്ചു. നമുക്കറിയാലോ, മോചിതത്ത് എന്ന് പറഞ്ഞാൽ നബിമാർക്ക് കൊടുക്കുന്നതും കറാമ ആളുകൾക്ക്, സാധാരണ നബിമാരല്ലാത്ത ആളുകൾക്ക് പടച്ചോൻ കൊടുക്കുന്ന ഒരു സൂപ്പർ നാച്ചുറൽ സംഭവമാണ്, ആർക്കും ചെയ്യാൻ പറ്റാത്ത അത്ഭുതകരമായ കാര്യങ്ങൾ. അപ്പോൾ ഈ കുട്ടി എന്നത് അവിടെ എത്തിയപ്പോൾ അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ട് പറഞ്ഞു, അള്ളാഹ് നിനക്ക് എങ്ങനെ വേണമെങ്കിലും നീ ഇവരെ കൈകാര്യം ചെയ്തോ, ഞാൻ നിനക്ക് വിടുകയാണ്, നിൻ്റെ ഇഷ്ടം പോലെ ഇവരെ കൈകാര്യം ചെയ്തോളാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇവർ മേലെ എത്തിയപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ ചെയ്തത്, എന്താ പറയുക, അവിടെ എത്തിയ സമയത്ത് ആ ഒരു മല ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യാൻ തുടങ്ങി. എല്ലാ പട്ടാളക്കാരും താഴെ വീണ് എക്സെപ്റ്റ് ഈ കുട്ടി ഒഴികെ ബാക്കി എല്ലാവരും വീണ്. ഈ കുട്ടി ഒരു കുഴപ്പമില്ലാതെ തിരിച്ച് കൊട്ടാരത്തിലേക്ക് വന്നു. അതായത് ഞാൻ വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ രാജാവ് എന്ത് ചെയ്തു, വേറൊരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞ് എന്താ പറയുക, ഒരു കപ്പലിൽ കൊണ്ടുപോയിട്ട് കടലിലേക്ക് എറിയാൻ പറഞ്ഞു. അങ്ങനെ ഒരു ബോട്ടിലോ അല്ലെങ്കിൽ കപ്പലിൽ അവരങ്ങനെ പോയി. അവിടെ എത്തിയപ്പോഴും അതേ ദുആ ഈ കുട്ടി ചെയ്തു, ഇവരെ എങ്ങനെ വേണമെങ്കിലും നീ കൈകാര്യം ചെയ്തോ എന്നുള്ള രീതിയിൽ പഠിച്ചവനോട്. അപ്പോൾ അതേപോലെ എന്താ സംഭവിച്ച, ബോട്ട് മറിഞ്ഞു, എല്ലാവരും മുങ്ങി, ഈ കുട്ടി മാത്രം രക്ഷപ്പെട്ടു. അങ്ങനെ ആ കുട്ടി വീണ്ടും രാജാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ രാജാവ് വീണ്ടും മൂന്നാമത്തെ ഒരു ഗ്രൂപ്പ് ഓഫ് സോൾജേഴ്സിനെ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഈ കുട്ടി പറഞ്ഞ വെയിറ്റ് നിൽക്ക്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ശ്രമിച്ചാലും എന്നെ കൊല്ലാൻ പറ്റില്ല, എക്സെപ്റ്റ് ഞാൻ പറയുന്നൊരു വഴി ചെയ്താൽ മാത്രം നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റുമെന്നാണ്. അപ്പോൾ രാജാവ് ചോദിച്ചു എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ കുട്ടി പറഞ്ഞു, എന്നെ ഒരു മരത്തിനോട് കെട്ടിയിടണം, എന്നിട്ട് എല്ലാവരെയും വിളിക്കണം ചുറ്റും, എന്നിട്ട് എല്ലാ ആളുകളെയും വിളിച്ച ശേഷം ഒരു ആരോ കൊണ്ടുവന്നിട്ട് ബിസ്മില്ല ഇൻ ദ നെയിം ഓഫ് ദ ലോർഡ്, അതായത് ഈ കുട്ടിയുടെ ദൈവത്തിൻ്റെ പേരിൽ എന്നുള്ള അള്ളാഹുവിൻ്റെ പേരിൽ പറഞ്ഞിട്ട് അമ്പ് ചെയ്താലേ എന്നെ കൊല്ലാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ആ കുട്ടി ചെയ്യുന്നത് ഒരു നോബിൾ കോസിന് വേണ്ടിയാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ രാജാവ് ഈ കുട്ടി പറഞ്ഞ പോലെ ചെയ്ത് എല്ലാവരും വിളിച്ചു, എല്ലാവരും പബ്ലിക്കായിട്ട് ബിസ്മില്ല പറഞ്ഞിട്ട് ആരോ എറിഞ്ഞപ്പോൾ ഇത് കുട്ടിയുടെ നല്ല തലയിൽ കൊണ്ടു, അത് ഇമ്മീഡിയറ്റ്ലി മരിച്ചു. പക്ഷേ അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, അവിടെ കണ്ടു നിന്നവരെല്ലാവരും മുസ്ലിമായി. അപ്പോൾ ഈ കുട്ടി ജീവൻ കൊടുത്തത് ദഅവക്ക് വേണ്ടിയാണ്. പക്ഷെ അപ്പോൾ രാജാവിൻ്റെ അഡ്വൈസേഴ്സ് പറഞ്ഞു, നിങ്ങൾ എന്താണോ പേടിച്ചത് അതാണ് സംഭവിച്ചത്. കാരണം ഈ കുട്ടീനെ നമ്മൾ കൊല്ലാനും ഒഴിവാക്കാൻ നോക്കി എന്തിനാ, ഈ മതം തുടച്ചു നീക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇപ്പോൾ ഈ നാട് മുഴുവനും, ഈ രാജ്യം മുഴുവനും മുസ്ലിം ആവുന്നത് നമ്മൾ കാണുന്നത്. മുസ്ലിം അല്ല, മുസ്ലിം വെച്ചാൽ അന്നത്തെ കാലത്ത് ക്രിസ്ത്യൻ ശരിക്കുള്ള വിശ്വാസം, അതായത് ഏകദൈവ വിശ്വാസം, അള്ളാഹുവിൽ മാത്രമുള്ള തൗഹീദ്. അപ്പോൾ ഈ ദൂനവാസ് എന്ത് ചെയ്ത്, മറ്റേ പട്ടാളക്കാരോട് പറഞ്ഞിട്ട് വലിയ കുഴികൾ കുഴിച്ച്, എന്നിട്ട് അതിൽ നിറച്ച് വിറക് വെച്ചിട്ട് കത്തിച്ച്, എന്നിട്ട് ഈ മതം ഉപേക്ഷിക്കാൻ തയ്യാറാവാത്തവരെ മുഴുവനും അതിലിടുക, കത്തിക്കുക, ബേൺഡ് അലൈവ്, ജീവനോടെ കത്തിച്ച്. അപ്പോൾ ഈ ആൾക്കാരാണെങ്കിൽ സത്യം കൺമുന്നിൽ കണ്ടല്ല, അവർ വിടാനും തയ്യാറായില്ല. അപ്പോൾ അള്ളാഹ് പറയുന്നുണ്ട്, ഒരു പെണ്ണ് ആ സ്ത്രീ കയ്യിൽ കൈക്കുഞ്ഞുമായിട്ട് വരികയാണ്. അപ്പോൾ തീരെ അടുത്തേക്ക് നടന്നെത്തുമ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്തെന്ന് പറഞ്ഞു, ഒന്ന് മടിച്ച് നിന്നു, കാരണം കൈക്കുഞ്ഞുമായിട്ടല്ല പോണത്. അപ്പം അള്ളാഹ് പറയുന്നുണ്ട്, ആ കുട്ടി സംസാരിച്ചു എന്ന്. ആ കുട്ടി പറഞ്ഞു, ഉമ്മ കുറച്ച് പേഷ്യൻസ്, ക്ഷമ കാണിക്കുക, കാരണം നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് സത്യമായ മാർഗ്ഗമാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഈ ഉമ്മ കുട്ടിയായിട്ട് പോയിട്ട് മരിച്ചു, തീയിൽ വീണ് മരിച്ചു എന്ന് പറയണം. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, 3 പേരാണ് ചെറുപ്പത്തിൽ സംസാരിച്ചത്, യങ് ഏജിൽ സംസാരിച്ചത്. ഈ കുട്ടി അതിലൊന്നായിരുന്നു എന്ന്. ഈ കഥ സൂറത്തുൽ ബുറൂജിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സൂറത്തുൽ ബുറൂജിൽ അസ്ഹാബുൽ ഉഖ്ദൂദ്, അതായത് പീപ്പിൾ ഓഫ് ദ ട്രഞ്ച്, ആ കുഴിയിലത്തെ ആളുകൾ, അതിലവരെ കത്തിക്കപ്പെട്ടതിനെ കുറിച്ച് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ എല്ലാവരെയും ഏകദേശം കത്തിച്ച് കൊന്നു കഴിഞ്ഞപ്പോൾ രാജാവ് ജയിച്ചു എന്നുള്ള രീതിയിൽ രാജാവിന് തോന്നി. പക്ഷെ അള്ളാഹ് പറയുന്നത് മുസ്ലിങ്ങളാണ് ജയിച്ചതെന്നാണ്. അതും വെറും വിജയം എന്നല്ല, അത് ഗ്രേറ്റ് വിക്ടറി എന്നാണ് പറഞ്ഞത്. അപ്പം എന്താ കാരണം, ഇവരെല്ലാവരും മരിച്ചു, ഈ ലോകത്തെ എല്ലാ സുഖങ്ങളും വെടിഞ്ഞെങ്കിലും അവർ ഈ എന്താ പറയുക, അവരുടെ വിശ്വാസം കൈവിട്ടില്ല. അതാണ് അവരുടെ വിക്ടറി. കാരണം അവർ സ്വർഗത്തിൽ കടക്കും, അതാണ് അവരുടെ ശരിക്കുള്ള വിക്ടറി.
അപ്പോൾ ഈ ഒരു കഥയോടെ നമുക്ക് ഇന്നത്തേക്ക് നിർത്താം. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ബാക്കി കാര്യങ്ങൾ, അതായത് ക്രിസ്ത്യൻസ് അവിടെ വന്നു, അവരൊക്കെ കൊലപ്പെടുത്തി എന്നുള്ളതിലേക്ക് നമ്മളെത്തി. ഇനി അത്